സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു ജില്ല ഏതെന്ന് ചോദിച്ചാൽ പാലക്കാടാണ്. 40 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പല സമയത്തും അത് 40-ന് മുകളിലെത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മഞ്ഞ അലർട്ട് ജില്ലയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം മറ്റ് നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്? രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മണിക്കൂറിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ കാണുന്നവരിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും പുതിയ കാര്യം എന്നുള്ളത് പാലക്കാട് കനത്ത ചൂട് തുടരുന്ന വേളയിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ മാസം 6-ാം തീയതി വരെയാണ് ഇത്തരത്തിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ജില്ലാ കളക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ അവധി പ്രഖ്യാപിച്ചിരുന്നു. മെയ് 2 വരെ, അതായത് ഇന്ന് വരെയായിരുന്നു അവധി പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോൾ ഏതായാലും അത് 6-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മഞ്ഞ അലേർട്ട് നിലനിൽക്കുന്ന 6-ാം തീയതി വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഓൺലൈനായി മാത്രമേ പ്രവർത്തിക്കാവൂ എന്നുള്ളതാണ് പുതിയ നിർദ്ദേശമായി പുറത്തിറക്കിയിരിക്കുന്നത്. മറ്റ് സ്പെഷ്യൽ ക്ലാസ്സുകളോ അതല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ഈ സ്കൂളുകളിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ വിദ്യാർത്ഥികൾ നേരിട്ടെത്തിയിട്ടുള്ള ക്ലാസ്സുകളൊന്നും സംഘടിപ്പിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ പരമാവധി സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ കായിക വിനോദങ്ങൾ, പരേഡുകൾ തുടങ്ങിയവയൊക്കെ 3 മണി മുതൽ 11 മണി വരെയുള്ള സമയങ്ങളിൽ സംഘടിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ സമയത്ത് ചെയ്യരുത് എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശമായി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളിലെയും നഴ്സിംഗ് കോളേജുകളിലെയും 1-ാം വർഷ ക്ലാസ്സുകൾ ഓൺലൈനായി മാത്രം ഇത് നടത്തണം. ബാക്കിയുള്ളവയ്ക്ക് നിയന്ത്രണം ബാധകമല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആയുർവേദ ഡെൻ്റൽ വിഭാഗങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ക്ലാസ്സുകൾ ഓൺലൈനായി തന്നെ സംഘടിപ്പിക്കണം. അതുപോലെ തന്നെ ഈ പലപ്പോഴും വിവിധ ഭാഷ തൊഴിലാളികൾ ഈ പലയിടത്തും കൺസ്ട്രക്ഷൻ മേഖലയിൽ അവർ താമസിക്കുന്നത് ഈ ആസ്പെറ്റോസ് ഷീറ്റും മറ്റൊക്കെ തകര ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഈ മുറികളിലാണ് ഇവർ താമസിക്കുന്നത്. ഈ ചൂട് ഇങ്ങനെ കൂടുന്ന പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള താമസ സ്ഥലങ്ങളിൽ അവരെ പാർപ്പിക്കുമ്പോൾ അത് അവർക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ വഴിവെക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഏതെങ്കിലും ഈ കരാറുകാരോ കോൺട്രാക്റ്റുകാരൊക്കെ അങ്ങനെ ആരെങ്കിലും ആളുകളെ, വിവിധ ഭാഷ തൊഴിലാളികളെയോ മറ്റൊക്കെ പാർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അവിടെ നിന്ന് അവരെയൊക്കെ മാറ്റി സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് താമസിക്കാൻ വേണ്ടി അവരെ മാറ്റണം എന്നുള്ളൊരു നിർദ്ദേശവും ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ ഈ കന്നുകാലികളെ മേയാൻ വിടരുത് എന്നുള്ളൊരു നിർദ്ദേശവും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സംസ്ഥാനത്ത് കന്നുകാലികൾ ഉള്ള ജില്ലയിൽ ഒന്നാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ വ്യാപകമായി ആളുകൾ ഈ പകൽ സമയത്ത് ഇതിനെ മേയാൻ വിടുന്ന ഒരു സാഹചര്യവും വൈകുന്നേരം മാത്രം അതിനെ തിരികെ കൊണ്ടുപോകുന്ന തൊഴുത്തിൽ കൊണ്ട് കെട്ടുന്ന ഒക്കെ ഒരു സാഹചര്യമുണ്ട്. അത് അനുവദിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ പുതിയ നിർദ്ദേശത്തിൽ പറയുന്നത്. 3 മണി മുതൽ 12 മണി മുതൽ 3 മണി വരെയുള്ള ഈ സമയം എന്ന് പറയുന്നത് ജന്തു ജീവജാലങ്ങൾക്കെല്ലാം വലിയ ഹാനികരമാണ്. മനുഷ്യർക്ക് മാത്രമല്ല മറ്റ് പക്ഷി മൃഗാദികൾക്കും അതുപോലെ തന്നെ വൃക്ഷങ്ങൾക്കും ഒക്കെ വലിയ ദോഷകരമായി മാറുന്ന സ്ഥിതിയിലാണ് പാലക്കാട് മാറിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ളതാണ് ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഉഷ്ണതരംഗം എന്ന് പറയുന്നത് തന്നെ പൊതുവെ എല്ലാ ജീവജാലങ്ങളിലും അതുപോലെ തന്നെ ഈ മരങ്ങൾക്കും സസ്യങ്ങൾക്കും ഒക്കെ അത് വലിയ ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിൽ നിലവിലുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കന്നുകാലികളെയൊക്കെ ഈ സമയത്ത് അഴിച്ചു വിടുക, അതിനെ മേയാൻ വിടുക ഒന്നും ചെയ്യരുത്. അതല്ലാത്ത സമയങ്ങളിലേക്ക് പുല്ല് തീറ്റിക്കാനും മറ്റുമൊക്കെ കൊണ്ടുപോവുക എന്നുള്ളൊരു നിർദ്ദേശവും ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് കർശന പരിശോധനകളും മറ്റുമൊക്കെ തുടരും. പ്രത്യേകിച്ച് ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ ശീതളപാനീയങ്ങൾ വിൽക്കുന്നതും മറ്റുമൊക്കെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും മോശം വെള്ളവും മറ്റുമൊക്കെ നൽകുന്ന സ്ഥിതിയുണ്ട്. അത്തരം കാര്യങ്ങളിൽ പരിശോധന തുടരും എന്നുള്ളതുണ്ട്. ഒപ്പം തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ക്ലാസ്സുകളോ മറ്റുമൊക്കെ നടത്തുകയാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുന്നതിന് ഉൾപ്പെടെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ അത്തരത്തിൽ നടപടികളുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഏതായാലും പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മെയ് 6-ാം തീയതി വരെ യെല്ലോ അലേർട്ടാണ് എന്നുള്ളതാണ്. മാത്രമല്ല തുടർച്ചയായ 4-ാം ദിവസമാണ് ഇന്നും ഉഷ്ണതരംഗ മുന്നറിയിപ്പാണ് ജില്ലയിൽ ഉള്ളത്. വരും ദിവസങ്ങളിലും ഈ ഉഷ്ണതരംഗം മുന്നറിയിപ്പ് തുടരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഉഷ്ണതരംഗം എന്നുള്ളത് തന്നെ കഴിഞ്ഞ വർഷമൊക്കെ പാലക്കാട് അല്ലെങ്കിൽ കേരളത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റ് രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നു കൂടുതലായിട്ടും ഉഷ്ണതരംഗമൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഏതായാലും ഇപ്പോൾ തുടർച്ചയായി കേരളത്തിൽ ഉഷ്ണതരംഗം മുന്നറിയിപ്പ് നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ തന്നെ പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേയേറെ ദിവസമായി ഇത് തുടരുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. അരുണ് പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം വീടിനകത്ത് പോലും ഇരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം അരുൺ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് വീടിനകത്തിരുന്ന ഒരു സൈനികൻ, അതായത് റിട്ടയർഡ് സൈനികന് ഈ സൂര്യതാപം ഏറ്റു എന്നുള്ളൊരു വാർത്ത. മറ്റൊന്ന് ഞാനിപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് അരുൺ നിൽക്കുന്ന ആ ഒരു ഫ്രെയിമിൻ്റെ ബാക്കിൽ റോഡാണ്. അവിടെ കൂടെ ഒരു മനുഷ്യർ പോലും നടന്നു പോകുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നില്ല. എല്ലാവരും വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. ആ അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്.
തീർച്ചയായും രജനി, ഈ സാധാരണഗതിയിൽ നമുക്ക് ചൂട് കൂടുന്ന സമയത്ത് നേരിട്ട് വെയിൽ കൊള്ളുന്ന ആളുകൾക്കൊക്കെ സൂര്യാതാപം ഏൽക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ജില്ലയിൽ അതിനേക്കാളേറെ വലിയ ചൂട് വീടിനകത്തിരിക്കുന്നവർക്ക് പോലും ചൂട് കൊണ്ട് സഹികെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതായിരുന്നു നേരത്തെ സൂചിപ്പിച്ച ആ സംഭവം. കഴിഞ്ഞ ദിവസമാണ് ഒരു റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ, അദ്ദേഹം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സൈനിക സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ വീടിനുള്ളിൽ കിടന്നുറങ്ങുന്ന സമയത്താണ് അദ്ദേഹത്തിന് സൂര്യാതാപം ഏറ്റത് എന്നുള്ളതാണ്. അങ്ങനെ പല ആളുകൾക്ക് സൂര്യാതാപം ഏൽക്കുന്നുണ്ട് ജില്ലയിൽ. അതൊരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് 2 പേർ കുഴഞ്ഞു വീട് മരിച്ചത്. അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. സുഹൃത്തുക്കൾക്കൊപ്പം സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഒരു യുവാവ് കൊഴിഞ്ഞു വീണ് മരിച്ചത്. മറ്റൊരു വീട്ടമ്മയും ഇന്നലെ കൊഴിഞ്ഞു വീണ് മരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ചൂട് കാരണം തന്നെയാണോ എന്നുള്ളതിൽ ഒരു സ്ഥിരീകരിച്ച റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വരേണ്ട ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും ചൂട് കൂടുമ്പോൾ ഈ ആളുകൾ കൊഴിഞ്ഞു വീഴുന്നതും ഒപ്പം തന്നെ സൂര്യാതാപം ഏൽക്കുന്നതും ഒക്കെ ജില്ലയിൽ ഒരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. മാത്രമല്ല, ഈ വാഹനങ്ങളിൽ ആളുകൾ പോകുന്നുണ്ടെങ്കിൽ പോലും അതും ശീതീകരിച്ച വാഹനങ്ങളിലൊക്കെയാണ് കൂടുതലും ആളുകൾ ഉള്ളത്. സാധാരണ നമുക്ക് സ്വകാര്യ ബസ്സിൻ്റെ മേഖലയും മറ്റുമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ബസ്സിലൊക്കെ ഉച്ചസമയത്ത് ആളുകൾ നന്നേ കുറവാണ്. ബസ് തൊഴിലാളികൾ ഉൾപ്പെടെ അവർക്ക് ഈ സമയത്ത് വലിയ ബാധിക്കുന്നു. ആളുകളൊന്നും കാര്യമായിട്ട് സഞ്ചാരികളായിട്ടുള്ള യാത്രക്കാരായ ആളുകളൊന്നും വണ്ടിയിൽ കയറാത്ത ഒരു സ്ഥിതിയുണ്ട് ചൂട് കനത്തപ്പോൾ എന്നൊരു പരാതി അവരെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അങ്ങനെ വിവിധ മേഖലകൾ, വ്യാപാര മേഖലകളാണെങ്കിലും ഒക്കെ ഈ കനത്ത ചൂട് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ആളുകൾ പൊതുവെ പുറത്തിറങ്ങാൻ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും ഈ വീടിനകത്ത് പോലും ഇരിക്കാൻ പലപ്പോഴും ആളുകൾക്ക് കഴിയാത്ത സ്ഥിതിയും ജില്ലയിൽ ഉണ്ട് എന്നുള്ളതാണ്. വീട്ടിലാണെങ്കിൽ ശീതീകരിച്ച ഈ വീടുകൾ, അതായത് AC മറ്റൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ വീട്ടിൽ അകത്തിരിക്കുമ്പോൾ പ്രശ്നമുണ്ടാവില്ല. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വീടിനകത്തിരിക്കുമ്പോൾ കറണ്ട് പോകുന്നു, നിരവധി തവണ കറണ്ട് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ 10-12 തവണയാണ് രാത്രി സമയങ്ങളിൽ മാത്രം കറണ്ട് പോയത്. അങ്ങനെ തുടർച്ചയായി കറണ്ട് പോകുമ്പോൾ വീടിനകത്ത് പോലും കഴിച്ചു കൂട്ടാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പൊതുവെ പൊതുജനങ്ങൾ പരാതിയായി പറയുന്നത്. നമ്മളും മന്ത്രി കൃഷ്ണൻകുട്ടിയോട് ഉൾപ്പെടെ ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരം കറണ്ട് പോകുന്നത്. രാത്രി കാലങ്ങളിലൊക്കെ ഈ വേനൽക്കാലത്ത് കറണ്ട് പോകുന്നു എന്നുള്ളത് സാധാരണ മറ്റ് കാലാവസ്ഥകളിലൊക്കെ കറണ്ട് പോയാൽ ആർക്കും അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷേ ഈ വേനൽക്കാലത്ത് കറണ്ട് തുടർച്ചയായിട്ട് പോകുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന കാര്യമല്ലേ എന്ന് മന്ത്രിയോട് ഉൾപ്പെടെ ചോദിച്ചതാണ്. പക്ഷേ മന്ത്രിയൊക്കെ പറഞ്ഞത് അതിന് കാരണം എന്നുള്ളത് വലിയ രീതിയിൽ അമിതമായി വൈദ്യുതി ഉപയോഗിക്കുന്നു, അതുകൊണ്ട് തന്നെ അത് ട്രിപ്പായി പോകുന്നതാണ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ട്രിപ്പാവുന്നുണ്ടെങ്കിലും അതിന് കൂടുതൽ ശേഷിയുള്ളതും മറ്റുമൊക്കെ സ്ഥാപിക്കുകയും ട്രിപ്പാവാതിരിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള നടപടികൾ എത്രത്തോളം നടത്തണം എന്നുള്ളതൊക്കെ ഇവർ കാര്യമായി തന്നെ ഈ മന്ത്രിയും മറ്റ് ബന്ധപ്പെട്ട അധികാരികളൊക്കെ KCB ഒക്കെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം ജനങ്ങളെ കൊണ്ട് വൈദ്യുതി കുറച്ചുപയോഗിക്കണം, ഫാൻ ഉപയോഗിക്കരുത്, AC ഉപയോഗിക്കരുത് എന്നൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ പ്രാധാന്യം വഹിക്കുന്ന കാരണം അത്രയേറെ ചൂട് അനുഭവപ്പെടുന്നു. ഈ ചൂട്ടിൽ ആരോടും ഫാൻ ഉപയോഗിക്കരുത്, AC ഉപയോഗിക്കരുത് എന്നൊന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണുള്ളത്. തീർച്ചയായും അരുണിനോടും ഒരു കാര്യം പറയാനുണ്ട്. കാരണം ഫ്രെയിമിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അരുൺ നിൽക്കുന്നത് നല്ല വെയിലുള്ള സ്ഥലത്താണ്. അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം. അരുൺ മാത്രമല്ല, ഞങ്ങളുടെ എല്ലാ പ്രതിനിധികളും ഈ വെയിൽ ഏൽക്കാതെ മാക്സിമം അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ തയ്യാറെടുത്തുകൊണ്ട് വേണം റിപ്പോർട്ട് ചെയ്യാനെന്നാണ്. എന്തായാലും കൊടും ചൂടിൽ വലയുക തന്നെയാണ് പാലക്കാട് ജില്ല. ഏറ്റവും കൂടുതൽ താപനില റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും പാലക്കാട് ജില്ലയിൽ തന്നെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിൽ മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളത്തൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.